കണ്ണൂർ ഇരിട്ടി വാണിയപ്പാറ ഉണ്ണിയേശു പള്ളിയിലെ കല്ലറ സംബന്ധിച്ച ദുരൂഹതകൾക്ക് പോലീസ് പരിശോധനയുടെ അവസാനമായി. കല്ലറയിൽ 2 മൃതദേഹങ്ങൾ മാത്രമാണുള്ളതെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ നിലനിന്നിരുന്ന ആശങ്കകൾ ഒഴിഞ്ഞു. തുടർ നടപടികളുടെ ഭാഗമായി കല്ലറയിൽ നിന്നുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്കായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറയിൽ 2006-ലും 2015-ലും അടക്കം ചെയ്ത മൃതദേഹങ്ങൾ മാത്രമാണ് പരിശോധനയിൽ കണ്ടെത്താനായത്. ആദ്യമടക്കം ചെയ്ത മറിയയുടെ ശവപ്പെട്ടിയിലുണ്ടായിരുന്ന പായയും മറ്റും പുറത്തു വന്നതാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ കൂടി വ്യക്തത വരുത്താനാണ് DNA പരിശോധനയ്ക്ക് കല്ലറയിൽ നിന്നുള്ള സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചത്. നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായിട്ട് സംശയിക്കാത്ത കാര്യങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അടക്കിയവരുടെ എങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ പരിശോധനയ്ക്കായിട്ട് DNA-ക്കായിട്ടുള്ള സാമ്പിളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ നമുക്ക് മനസ്സിലാവുന്ന ഒരു ദുരൂഹയുടെ ആവശ്യമില്ല. ഇതുവരെ കിട്ടിയ തെളിവുകളെല്ലാം വെച്ചിട്ട് അടക്കിയവരുടെ ബോഡി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ആ പായ അടക്കിയ കൂടെ വെച്ചിരുന്നൊരു പായ തന്നെയാണ്. അത് പിന്നീട് 2015 അടക്കിയതാണോ 6-ലെ അതിനെ പറ്റി ഒന്നുകൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ആദ്യം മറിയമ്മയുടെ കൂടെ അടക്കിയ പായയാണ് എന്ന് മനസ്സിലാക്കുന്നത്. കല്ലറയെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്ന ദുരൂഹത നീങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് പള്ളി അധികൃതർ. പള്ളി രേഖകളിലുള്ള മൃതദേഹങ്ങൾ മാത്രമാണ് കല്ലറയിൽ ഉള്ളതെന്ന് ബോധ്യപ്പെട്ടതായി പള്ളി വികാരി വ്യക്തമാക്കി. ഞങ്ങളുടെ നാട്ടുകാർ ഏറ്റവും വലിയ ആശങ്ക നമ്മുടെ സാധാരണ രീതിയിൽ കാണാത്തൊരു അൺയൂഷ്വൽ വേയിലാണ് വേറൊരു ബോഡി കിടക്കുന്നത്. അങ്ങനെ ഒരിക്കലും കാണത്തില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് പരിഹരിക്കപ്പെട്ടു. ഈ പായ സംബന്ധിച്ച് ഒന്നും നടത്താനില്ല. കാരണം അത് ആദ്യം മരിച്ചത് 95 വയസ്സുള്ള അമ്മയാണ്. അതായത് ആളൊരു ചെറിയ ആളാണ്. അപ്പോൾ അന്ന് അടക്കിയപ്പോഴത്തേനും കുറച്ച് ഹൈറ്റ് പെട്ടി കിട്ടാൻ വേണ്ടി പായ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടാകും. അന്നത്തെ സമയമല്ലേ. അതുകൊണ്ട് ആ ഒരു സംശയം ഞങ്ങൾക്കിപ്പോൾ ഇല്ല. ഓക്കെയാണ്. പക്ഷേ അതിന് താഴെ അല്ലെങ്കിൽ ഈ 2006-ൽ സംസ്കരിക്കുമ്പോൾ കഴിഞ്ഞതിന് ശേഷം 2015 സംസ്കരിക്കുമ്പോൾ അത് അറക്കപ്പൊടിയിട്ട് അതിൻ്റെ മുകളിൽ തുണി വിരിച്ച് അതിന് മുകളിലാണല്ലോ 2015-ൽ സംസ്കാരം നടത്തുക. പിന്നെ എങ്ങനെയാണ് അത് പൊന്തി വരാനുള്ള സാധ്യത? അതിന് മുകളിൽ അറക്കപ്പൊടിയിട്ട് തുണിയിട്ട് സംസ്കാരം നടന്നു എന്നാണ് പറയുന്നത്. ഈ അവസാനം 2015 അടക്കിയ ആൾക്കാരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് അവരുടെ ചിന്തയാണ്. അവർ അവർ കണ്ട കാര്യം അവരങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ അത് അങ്ങനെ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടത്. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ചില കാരണങ്ങളോ ചില സാഹചര്യങ്ങൾ അന്നങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. അന്ന് അടക്കിയവർ ചിലപ്പോൾ അവരിൽ വന്ന ഒരു വീഴ്ചയായിരിക്കും. ചിലപ്പോൾ അന്ന് അടക്കാൻ വേണ്ടി സഹായിക്കാൻ നിന്നവർ വന്നൊരു വീഴ്ചയായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ അടിയിലുണ്ടായിരുന്ന പെട്ടി പൂർണ്ണമായിട്ടും ക്രഷ് ചെയ്യാതെ അടക്കപ്പൊടി ഇട്ട് ജസ്റ്റ് അതേപോലെ ഒന്ന് ലെവലാക്കി അതിന് മുകളിൽ രണ്ടാമതടക്കം. കഴിഞ്ഞ 13-ാം തീയതി ശവമടക്കാനായി കല്ലറ തുറന്ന ഘട്ടത്തിലാണ് ദുരൂഹത ആരംഭിക്കുന്നത്. പള്ളി അധികാരികളും വിശ്വാസികളും കാര്യത്തിൽ വ്യക്തത വരണമെന്ന് ഉറച്ചു പറഞ്ഞതോടെയാണ് പോലീസ് കല്ലറ തുറന്നത്.